ഇരട്ടക്കുളമ്പുള്ള അയവിറക്കുന്ന മൃഗങ്ങളിൽ ഒരു പ്രധാന ഇനമാണ് മാൻ. ശാഖോപശാഖകളോടുകൂടിയ കൊമ്പുകൾ ഇവയുടെ പ്രത്യേകതയാണ്. പുല്ലും പച്ചിലകളുമാണ് പ്രധാന ഭക്ഷണം. പലസ്തീനിൽ കാണപ്പെടുന്ന പ്രധാന ഇനങ്ങളാണ് കലമാൻ, പുള്ളിമാൻ, കടമാൻ, ചെറുമാൻ എന്നിവ. ആവർത്തനം 14:5. പലസ്തീനിലെ കൃഷ്ണമൃഗങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതാണ് കലമാൻ. 70 സെന്റിമീറ്റർ പൊക്കമേ വരൂ. ഒരിക്കൽ വംശനാശത്തെ അഭിമുഖീകരിച്ച ഇവയെ പ്രത്യേകം സംരക്ഷിക്കിയാൽ ഇന്ന് യഹൂദ്യയിലെ കുന്നുകളിലും മധ്യ സമതലങ്ങളിലും മരുഭൂമിക്കു ചുറ്റുമുള്ള പ്രദേശങ്ങളിലും കാണാം. അഴകിനും വേഗതയ്ക്കും പേരുകേട്ടവയാണ് കലമാനുകൾ. പെൺമാനിനെ പേടമാൻ എന്ന് പറയും. നിരുപദ്രവിയായ ഈ മൃഗത്തെ ഭക്ഷിക്കുവാൻ യഹൂദന് അനുവാദമുണ്ട്. ആവർത്തനം 12:15, 14:5. ഭക്ഷണാർത്ഥം കലമാൻ വേട്ടയാടപ്പെട്ടിരുന്നു. എബ്രായ പെൺകുട്ടികൾക്ക് പേടമാനിൻ്റെ പേര് സാധാരണമാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 9:36. തബീഥ പേടമാനിൻ്റെ അരാമ്യ രൂപവും ഡോർക്കസ് ഗ്രീക്ക് രൂപവുമാണ്. മനോഹരമായ അലങ്കാര പ്രയോഗത്തിന് കവികൾ മാനുകളെ സ്വീകരിക്കാറുണ്ട്. സദൃശവാക്യം 5:19, ഉത്തമഗീതം 2:9, 17. പേടമാന് എബ്രായ ഭാഷയിൽ അയാലാഹ് എന്ന് ഏകവചനത്തിലും അയാലോത്ത് എന്ന് ബഹുവചനത്തിലും പറയുന്നുണ്ട്. കലമാനിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് പേടമാൻ. ഇളമാൻ എന്ന് പറയുന്നത് മാൻകുട്ടിയാണ്. എബ്രായ ഭാഷയിൽ സെവി എന്നാണ് പറയുന്നത്. ഒരു ചെറിയ ഇനം മാനിൻ്റെ പേരായിട്ടാണ് ബൈബിളിൽ കാണുന്നത്. 1 രാജാക്കന്മാർ 4:23, യെശയ്യാ പ്രവചനം 13:14. ഇളമാൻ പേട, അതായത് എബ്രായയിൽ അയാൽ, പെൺമാൻ. സദൃശവാക്യം 5-19.